നമ്മളിപ്പോഴുള്ള സാധാരണക്കാരായ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗോൾഡിലുള്ള, അതായത് സ്വർണ്ണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ഏകദേശം 2010 മുതൽ ഈ ഒരു 2019 ഈ ഒരു കാലഘട്ടം വരെയുള്ള സ്വർണ്ണത്തിന്റെ വിലയിലുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2010 ഏകദേശം പവന് 12,000 രൂപ ഉണ്ടായിരുന്ന സ്വർണ്ണത്തിന് ഇപ്പോൾ ഈ ഒരു 2019 എത്തുമ്പോൾ ഏകദേശം 23,000-ഓളം രൂപയായി മാറിയിട്ടുണ്ട് പവന്റെ വില. അപ്പോൾ ഈ ഒരു 10 വർഷത്തിലെ ഒരു പീരീഡ് കൊണ്ട് തന്നെ സ്വർണ്ണത്തിന്റെ വില ഏകദേശം ഇരട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും സ്വർണ്ണത്തിന്റെ വില കൂടിക്കൂടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ കൊണ്ട് തന്നെ ആയിരിക്കണം മലയാളികൾ കൂടുതലും സ്വർണ്ണത്തിന് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമായിട്ട് കണക്കാക്കാൻ കാരണം. അതുകൂടാതെ തന്നെ മലയാളികൾ പൊതുവെ സ്വർണ്ണത്തിന് ഒരു ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകമായിട്ടൊക്കെ കാണുന്ന ഒരു മനോഭാവമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മലയാളികൾ പലപ്പോഴും സ്വർണം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മാർഗമായിട്ട് കണക്കാക്കുവാൻ കാരണം. അപ്പോൾ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൊതുവെ മലയാളികൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുക. പലതരത്തിലുള്ള സ്വർണ്ണ വളകൾ, മാലകൾ, മോതിരം തുടങ്ങിയ സ്വർണ്ണാഭരണങ്ങളിലാണ് പലപ്പോഴും മലയാളികൾ ഈ പണം ഉപയോഗിച്ച് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാറ്. എന്നാൽ നമുക്കറിയാം, ഈ സ്വർണം വാങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ സ്വർണം വാങ്ങുന്ന സമയത്ത് ഈ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിന് എക്സ്ട്രാ പണിക്കൂലി, സ്വർണ്ണത്തിന് ഉണ്ടാകുന്ന പണിക്കൂലി, അത്തരത്തിലുള്ള പല ചെലവുകളും അധികം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്വർണത്തിന്റെ വില ഉണ്ടാകുന്ന മാറ്റം നമുക്ക് അത്രത്തോളം യൂസ്ഫുൾ ആക്കി മാറ്റാൻ നമുക്ക് പറ്റാറില്ല. ഈ ഒരു വലിയൊരു പണിക്കൂലി ഉണ്ടാകുന്ന വലിയൊരു ചാർജ്, അതുപോലെ തന്നെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്വർണം ഗോൾഡിൽ, പ്യുവർ ഗോൾഡിൽ 24 കാരറ്റ് ഗോൾഡിൽ നമുക്ക് ഡിജിറ്റൽ ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ പൊതുവെ ജ്വല്ലറീസിനൊക്കെ വാങ്ങുന്ന സ്വർണ്ണം എന്ന് പറയുന്നത് 22 കാരറ്റ് ഗോൾഡ് ആണ്. അപ്പോൾ 22 കാരറ്റ് ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് പൊതുവെ നമ്മൾ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു 22 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നതിൽ 91.6% ആണ് സ്വർണ്ണത്തിന്റെ അളവ് വരുന്നത്. ബാക്കി പെർസെൻറ്റേജ് വരുന്നത് പല ഇമ്പ്യൂരിറ്റീസും ചേർത്താണ് സ്വർണ്ണാഭരണങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണത്തിന്റെ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോമാണ് 24 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ 22 കാരറ്റ് ഗോൾഡിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 24 കാരറ്റ് ഗോൾഡിന്റെ വില എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിരിക്കും ഉണ്ടാവുക. സ്വർണ്ണത്തിന്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള ഗോൾഡാണ് 24 കാരറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഡിജിറ്റൽ ഗോൾഡ്, പേടിഎം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഓൺലൈനായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം, എങ്ങനെയാണ് വാങ്ങുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ കടകളിൽ പോയിട്ടൊക്കെ വാങ്ങുന്നതും ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് എവിടെയും പോവാതെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റും, നമുക്ക് സേഫ് ആയിട്ട് നമുക്കിപ്പം ഗോൾഡൊക്കെ വാങ്ങി വീട്ടിൽ നമുക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും പലതരത്തിലുള്ള മോഷണങ്ങൾ, പലതരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. അപ്പം നമ്മൾ സ്വർണ്ണമൊക്കെ വാങ്ങി വീട്ടിൽ വെക്കുന്നത് എത്രത്തോളം റിസ്ക് ഉള്ള ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് നമുക്ക് ഗോൾഡ് സൂക്ഷിക്കാം ഈ ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മൾ ഗോൾഡ് വാങ്ങുന്നതിലൂടെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലായി, ഇപ്പം പലതരത്തിലുള്ള ജ്വല്ലറീസിലൊക്കെ പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പം നടക്കുന്നുണ്ട്. നമുക്ക് 22 കാരറ്റ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞ് തരുന്നതിൽ തന്നെ 916 ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു തരുന്നത് തന്നെ പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും കൂടുതൽ കലർത്തി അവർ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇമ്പ്യൂർ ആയിട്ടുള്ള ഗോൾഡ് എന്നിട്ട് നമ്മൾ പലപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒഴിവാക്കി ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ഗോൾഡ് ഏറ്റവും സേഫസ്റ്റ് ആയ രീതിയിൽ വാങ്ങാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നത് ഈ ഒരു ബെനിഫിറ്റുകൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പേടിഎം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ലൈവ് ഡെമോൺസ്ട്രേഷൻ നോക്കാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിലോ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള
പേടിഎമ്മിൻ്റെ ഈ ഒരു ഗോൾഡ് ബൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ എത്തുക. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 2 ടൈപ്പ് ഗോൾഡ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് MMTC PAMB പറയുന്ന ഒരു ഇത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഗോൾഡ്, അതുപോലെ തന്നെ ഒഗ്മോൺ എന്ന് പറയുന്ന ഒരു കമ്പനി 2 ടൈപ്പ് ഗോൾഡ്. അതിൽ ഒന്ന് നമുക്ക് ഏറ്റവും താഴെ കാണാൻ പറ്റും, അതിൻ്റെ ആ ഒരു സ്ക്രീനിൽ താഴെ കാണാൻ പറ്റുന്നുണ്ടാവും 24K 99.99% പ്യൂരിറ്റി ഉള്ള ഗോൾഡും, അതുപോലെ തന്നെ ഒഗ്മോണ്ടിൻ്റെ നമുക്ക് കാണാൻ പറ്റും 24K 99.9 പ്യൂരിറ്റിയിലെ ഗോൾഡും. 2 ടൈപ്പ് ഗോൾഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 2 ബ്രാൻഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ ഞാൻ ബൈ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ആദ്യത്തെ ഉപയോഗിച്ചിട്ടാണ്. അപ്പം MMTC PAMB പറയുന്ന രണ്ട് കമ്പനികൾ തമ്മിൽ ടൈപ്പ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്ത്. ഈ MMTC എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ PAMB പറഞ്ഞ സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ട് ഗോൾഡ് ബിസിനസ് നടത്തുന്ന ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പം ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഇത്. അപ്പം ഇതിൽ നിന്ന് ഗോൾഡ് വാങ്ങുന്നതിനെ പറ്റി ആർക്കും ഒരു ടെൻഷൻ ആവശ്യമില്ല. അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ള, അത്രത്തോളം ഇവർ ഓഫർ ചെയ്യുന്ന അത്രത്തോളം ക്വാളിറ്റിയുള്ള ഗോൾഡ് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഈ ഗോൾഡിന്റെ റേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പെർ ഗ്രാമിന് ഈ ഒരു ഗോൾഡിന്റെ റേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യത്തെ ഈ MMTCന്റെ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് 32,070.24 പെർ ഗ്രാം. ഒരു ഗ്രാമിന്റെ വില നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് 1 രൂപ മുതൽ നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്വർണ്ണ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിയുണ്ട്, ഇത്ര മിനിമം ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മിനിമം എമൗണ്ട് ഒന്നുമില്ല. 1 രൂപ മുതൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ബെറ്റർ ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് ഇന്ന് 10 രൂപക്ക് നമുക്ക് വാങ്ങാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് നാളെ ഒരു 50 രൂപക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പണം വരുന്നതിനനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പം ഞാൻ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടെ എൻ്റർ എമൗണ്ട് നമുക്ക് 2 രീതിയിൽ വാങ്ങാൻ പറ്റും. നമുക്ക് ഒന്നുകിൽ നമുക്ക് ഇവിടെ എമൗണ്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ബൈ ഇൻ ഗ്രാംസ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഗ്രാം വേണമെന്ന് പറഞ്ഞിട്ട് ഗ്രാം എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം സ്വർണ്ണം വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ബൈ ഇൻ എമൗണ്ട് അടിച്ചു കൊടുത്ത് ഇപ്പോൾ 1 രൂപ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം 0.0003 ഗ്രാം ഗോൾഡ് നമുക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങാൻ പോകുന്നത് 100 രൂപക്കുള്ള ഗോൾഡാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങാൻ പോകുന്നത് 100 രൂപക്ക് ഉള്ള ഗോൾഡാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. 100 രൂപ എൻ്റർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇൻക്ലൂസീവ് ഓഫ് 3% GST. അപ്പോൾ നമുക്ക് ഇതിന് ഗോൾഡ് വാങ്ങുന്നതിന് എല്ലായിടത്തും ഉള്ളത് തന്നെ 3% ടാക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി ഇവർ കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഗോൾഡ് വാങ്ങാം. അപ്പോൾ നമ്മളെ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക്. നമ്മളിതിൽ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗോൾഡ് നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഇതിൽ പല ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഒന്നുകിൽ ഡെബിറ്റ് കാർഡോ നമ്മളെ ക്രെഡിറ്റ് കാർഡോ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഗോൾഡ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ബൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ ആ ഒരു എമൗണ്ട് അടച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ഗോൾഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞായിരിക്കും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും 0.0297 ഗ്രാം ഗോൾഡ് നമ്മളിവിടെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലോക്കറിലേക്ക് ഈ ഒരു ഇത്രയും ഗ്രാം ഗോൾഡ് നമുക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ. അപ്പോൾ ഇനി നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ക്രീനിലേക്ക് തന്നെ പോയിട്ട് നമുക്കിപ്പോൾ മുകളിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ലോക്കർ, സെല്ല്, ഗിഫ്റ്റ്, ഡെലിവറി, ഗോൾഡ് കോയിൻസ്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മളിപ്പം ലോക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ലോക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ആ ലോക്കർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയായിട്ട് വാങ്ങിയിട്ടില്ല ഗോൾഡ്, എത്ര രൂപേൻ്റെ ഗോൾഡ് നമുക്ക് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റത്തെ ഇതിൽ നോക്കി കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ 98 രൂപ 11 പൈസക്ക് ഞാൻ സ്വർണം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ 100 രൂപ കൊടുത്തതിൽ ഇപ്പോൾ വില കുറഞ്ഞത് ടാക്സ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കറിയാം ടാക്സ് കട്ട് ചെയ്തതിന് 3% ടാക്സ് കട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി 1 രൂപയ്ക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് വാങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ 98.11 എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ടിൻ്റെ ഗോൾഡ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഗോൾഡ് വാങ്ങിയാലും നമുക്ക് ഈ ഒരു സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഇതുവരെയായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ,
നമുക്ക് 30 മില്ലിഗ്രാം ഗോൾഡാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ടോട്ടലായിട്ട് ഇതുവരെയായിട്ട് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമ്മൾ വാങ്ങിയ ഗോൾഡ് നമുക്ക് ഇതിൽ തന്നെ സെല്ല് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഈ ഗോൾഡ് നമുക്ക് ഡെലിവറി നമ്മളെ വീട്ടിലേക്ക് അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി എടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ സെല്ല് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് സെല്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മൾ വാങ്ങിയ എമൗണ്ടും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിന് തമ്മിലൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആദ്യത്തെ ഇത് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് ഗോൾഡിൻ്റെ ബൈ പ്രൈസ് എന്ന് പറയുന്നത് ഗ്രാമിന് 3270 രൂപയാണ് ഗ്രാമിന് വില വരുന്നത്. അതേ സമയത്ത് നമ്മൾ സെല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഗോൾഡിൻ്റെ വില വരുന്നത് 3150 രൂപേൻ്റെ അടുത്താണ് വില വരുന്നത്. ഏകദേശം 120 രൂപ 125 രൂപയോളം ഗോൾഡിൻ്റെ ഗ്രാമിലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു മാറ്റത്തിന് കാരണം? അപ്പോൾ പൊതുവേ ഉള്ളൊരു സംശയമാണ്. അപ്പം എനിക്കും ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറേ അന്വേഷിച്ചു, എന്നിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഡിജിറ്റലായിട്ടാണ് വാങ്ങുന്നതെങ്കിലും നമ്മൾ വാങ്ങുന്ന ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് അവർ നമ്മളെ പേരിൽ ആ ഒരു ഗോൾഡ് വാങ്ങി സൂക്ഷിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്തും ആ ഗോൾഡ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്രൊസീജിയർ അതിൻ്റെ പിറകിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചാർജ്, അതുപോലെ തന്നെ നമ്മളെ ട്രാൻസാക്ഷൻ ചാർജ്, അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ഇതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിൻ്റെ ചാർജ്, അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ആണ് ഈ ഒരു ചെറിയൊരു മാറ്റം വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയാൽ പോരാ, അപ്പോൾ ഈ ഒരു ചാർജ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് ഗോൾഡ് കോയിൻസിന് എക്സ്ട്രാ ഈ പണിക്കൂലിയൊന്നും കൊടുക്കണ്ടെങ്കിലും പലപ്പോഴും ഇത്തരത്തിലുള്ള ജ്വല്ലറീസിനൊക്കെ സെല്ല് ചെയ്യുന്ന ആളുകൾ സ്വർണത്തിന് പണിക്കൂലി എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ചാർജുകളും പറഞ്ഞിട്ട് ചെറിയൊരു എമൗണ്ട് അവർ കൂടുതൽ വാങ്ങാറുണ്ട്. അപ്പോൾ 3000 രൂപ ഗ്രാമിനുള്ളതാണെങ്കിൽ അവരൊരു 3300, 3200, 3300 രൂപ അവർ വാങ്ങാറുണ്ട്. അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ സെല്ല് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അന്ന് വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വിൽക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ അന്ന് വാങ്ങിയതിനേക്കാളും വില കുറവായിരിക്കും. അപ്പം സെയിം മാർക്കറ്റ് റേറ്റ് ആണെങ്കിലും അവർ തരുന്നത് നമ്മൾ വാങ്ങിയതിനെക്കാട്ടും ചെറിയൊരു വില കുറച്ചിട്ട് മാത്രമാണ് അവർ തിരിച്ചെടുക്കുള്ളൂ ഗോൾഡ്. അപ്പോൾ അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേങ്കിൽ അവിടെ ഉണ്ടാകുന്ന വില കുറവ് കമ്പയർ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ചേഞ്ച് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചേഞ്ച് മാത്രമാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എന്താണ് നമ്മൾ ബൈ ചെയ്ത് ഇപ്പം തന്നെ സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ എന്താണ് ഈ ഒരു മാറ്റം? അപ്പോൾ ഇന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊന്നും ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ലോങ് ടേമിലേക്കൊക്കെ കുറേ കാലത്തേക്കൊക്കെ ഗോൾഡ് വാങ്ങി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഗോൾഡ് വാങ്ങാനും യാതൊരു വിധത്തിലുള്ള ടെൻഷനും ഇല്ലാതെ സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗോൾഡ് പോലുള്ള പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കും. അപ്പം ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ പോലും ഒരു 10 രൂപക്കോ അല്ലെങ്കിൽ 5 രൂപക്കോ പോലും നമുക്ക് ഗോൾഡ് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വളരെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് യാതൊരുവിധ എക്സ്ട്രാ ചാർജും കൊടുക്കാതെ നമ്മൾ വാങ്ങുന്ന സ്വർണ്ണം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല ബെനിഫിറ്റും പോസിറ്റീവ് സൈഡും ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ മണിക്കുണ്ട്. ഇപ്പം പിന്നെ നമുക്ക് ഈ ഒരു പേടിഎം ഗോൾഡ് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ആപ്പിനെ പറ്റി റിവ്യൂ ചെയ്തപ്പോൾ ചോദിച്ചു എത്രത്തോളം സേഫ് ആണ് ഇവർ നമ്മൾ പണം കൊണ്ട് മുങ്ങുമെന്നുള്ളതൊക്കെ പല ആൾക്കുണ്ട്. അപ്പോൾ നമുക്കറിയാം പേടിഎം എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം വലിയൊരു കമ്പനിയാണ്, അത്രത്തോളം വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അത്രയും പോപ്പുലാരിറ്റി ഒരു കമ്പനിയാണ്. അപ്പോൾ അവരും നമ്മൾ വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല. അത്രത്തോളം ഇപ്പം ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫോൺ പേ അതുപോലെ തന്നെ ഗൂഗിൾ പേ ഒക്കെ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു ടെക്നോളജി തന്നെയാണ്. അപ്പോൾ ഇതിൽ വിശ്വസിക്കാതിരിക്കേണ്ട ഒരു കാര്യമില്ല, അത്തരത്തിലുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്വർണ്ണം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡെലിവറി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വാങ്ങുന്ന സ്വർണ്ണം സേഫ് ആയിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെല്ല് ചെയ്തിട്ട് നമുക്ക് ആ പണം വിത്ഡ്രോ ചെയ്യാനും പറ്റും. അപ്പോൾ വളരെയധികം സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഈ ഒരു വീഡിയോ പറ്റി ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്നോടൊന്ന് പേഴ്സണലി ഡിസ്കസ് ചെയ്യണമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പേജിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകി നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ, താങ്ക് യു.